ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ തത്തര ബാമിരിയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളെ പാടൊക്കെ നല്ല കേട്ടതിൻ്റെ ശേഷം മാത്രം ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, തത്തര ബാമിരോ കഹാം കി കഥ ഹെ. ആൻസർ, തത്തര ബാമിരോ उन द्वीपों की कथा है जो आज लिटिल अंडमान और कार निकोबार के नाम से जाने जाते हैं. അതായത് തത്തര ബാമിരോ എവിടെയാണെന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് അവർ ഒരു ദ്വീപിൻ്റെ കഥയാണ്. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലിറ്റിൽ ആൻഡമാൻ, അതുപോലെ തന്നെ കാർ നിക്കോബാറിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. നെക്സ്റ്റ് വൺ, ബാമിരോ अपने गाना क्यों भूल गई. आंसर, बामिरो अपने गाना भूल गई क्योंकि जब वह मंत्र मुक्त होकर गाना गा रही थी कि अचानक समुद्र की एक ऊंची लहर ने उछलकर उसे भिगा दिए. इनसे वह हड़बड़ा कर गाना भूल गई. അതായത് എപ്പോഴും ബാമിരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് മറന്നുപോയത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരം എന്താ പറയണത്? അതായത് പെട്ടെന്ന് മറന്നു പോകാൻ കാരണം എന്താണ്? അതായത് അവൾ സമുദ്രതീരത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ലഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരമാല വന്ന് അടിച്ചു. അപ്പോൾ പെട്ടെന്ന് അവൾ ഇരിക്കുന്ന ഭാഗത്ത് വന്ന് ആ തിരമാല അടിച്ചു കയറിയപ്പോൾ ആ പാട്ട് പാടുന്ന അതിൽ നിന്ന് പെട്ടെന്ന് അവൾ വിട്ടുപോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തത്താരാനെ ബാമിരോ സെ ക്യാ യാചന की. आंसर, ततारा ने बामिरों से अपने मधुर गीत को पूरा करने उनके नाम जाने की और अगले दिन भी उसी समुद्र चट्टान पर आने की याचना की. എന്താണ് തത്താര ബാമിരോട് എന്താണ് യാചിച്ചത്? അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ പാട്ട്, അതായത് ബാമിരോ പാടിക്കൊണ്ടിരിക്കുന്ന ആ മധുരമായ ആ പാട്ട് ഫുള്ളായിട്ട് പാടും, അത് വിട്ടുപോകാതെ. പിന്നെ അതുമാതിരി തന്നെ അവളുടെ ആ പേരും എന്താണെന്നുള്ളതാണ് ഇതിൽ. അത് പറയാൻ വേണ്ടിയിട്ട് യാചിക്കുകയാണ് ആര്? തത്താര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തത്താര അവർ ബാമിരോ के गाँव की क्या रीति थी. आंसर, ततारा और बामिरों के गाँव की एक रीति थी कि वहाँ के निवासी केवल अपने गाँव वालों के साथ ही विवाह कर सकते थे. गाँव के बाहर किसी लड़के या लड़की से വിവാഹ കാരനെ അനുചിത് മാനാ ജാത്താ താ. അതായത് തത്തരം ബാമിരോൻ്റെ ഗാവിലുള്ള ഗ്രാമത്തിൽ എന്തൊക്കെ രീതികളാണ് അവരുടെ ഗ്രാമത്തിലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തത്തരം ബാമിരോൻ്റെ ഗ്രാമത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന, അപ്പോൾ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ആ ഗ്രാമത്തിലുള്ളവർക്ക് തന്നെയാണ് വിവാഹം കഴിക്കാനായിട്ട് പാടുള്ളൂ. അതേസമയം മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ വിവാഹം കഴിക്കാനായിട്ട് ആൺകുട്ടിയോ വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രോധ് മേ തത്താരാനെ ക്യാ കിയാ. ആൻസർ നോക്കാം നമുക്ക്. ക്രോധിനെ തത്താരാനെ अपने तलवार निकाली तथा उसे धरती में दौड़ दिया. फिर उसे ताकत से खींचते टूट तक ले गया जिनसे धरती को दो टुकड़े तो गए. അപ്പോൾ ക്രോധം കൊണ്ട് അല്ലെങ്കിൽ കോപം കൊണ്ട് തത്താര എന്താണ് ചെയ്തത്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. എന്തുകൊണ്ടാണ് ചെയ്തത്? ആ കോപം കൊണ്ട് തത്താര വിറച്ചു. അവ എന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള വാളുകൊണ്ട് ആ ഭൂമിയിൽ കൂടെ ഇങ്ങനെ നല്ല അമർത്തി ഒരു വര വരച്ചിട്ട് ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും അവനത് ആ വാളെടുത്തിട്ട് ആ ലൈന് ഇങ്ങനെ കൂടുതലായിട്ട് ശക്തിയായിട്ട് പ്രസ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടായത്? ഭൂമി രണ്ടായിട്ട് പിളർന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അടുത്തത് നമുക്ക് നോക്കുന്നത്. തത്താര की तलवार के बारे में लोगों का क्या मत थी. आंसर നോക്കാം. ततार की तलवार के बारे में लोगों का एक मत था कि उसकी तलवार में अद्भुत देवी शक्ति है. ततार अपनी तलवार को कभी भी अपने से अलग नहीं होने देता था. लोग यह सोचते थे कि ततार तलवार के कारण ही साहसिक कार्य कर पाता था. वह तलवार एक विलक्षण रहस्य थी. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്താരൻ്റെ നമ്മൾ പറഞ്ഞു തത്താരൻ്റെ തൽവാർ എന്ന് പറഞ്ഞാൽ എന്താ, അവൻ്റെ വാളിനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആൻസർ നോക്കാം നമുക്ക്. തത്താരൻ്റെ ഈ വാളിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അത്ഭുത ശക്തിയുണ്ട്. അതായത് ദേവിയുടെ ഒരു അത്ഭുത ശക്തിയുണ്ട്, അതിനൊരു രഹസ്യമുണ്ട് എന്നുള്ളതിലാണ് ജനങ്ങളത് വിശ്വസിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, बामिरों ने ततारा के बेरूकी से क्या जवाब दिया. जब आंसर नोका.
जब ततारा जब ततारा बारंबार बामीरों से गाना सुनाने का आग्रह करता रहा। तब बामीरों ने वेरुकी से कहा, पहले बताओ तुम कौन हो। इस तरह मुझे ढूंढने और इन असंगत प्रश्न का कारण अपने गांव के अलावा किसी और गांव के युवक के प्रश्न का उत्तर देने को मैं बाध्य नहीं, यह तुम भी जानते हो. അപ്പോൾ ബാമീരോട് തത്താരിയോട് ദേഷ്യത്തിൽ വെരുക്കെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ദേഷ്യത്തിൽ എന്താണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ തത്താരൻ്റെ പാട്ട് വീണ്ടും പാടൂ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ബാമീര ചോദിക്കുകയാണ്, തത്താര പറയണ പാട്ട് വീണ്ടും പാടാൻ പറയുമ്പോൾ ബാമീര പറയണത് എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ വേറൊരാൾ വ്യക്തിയുടെ അടുത്ത് ഇത് ആൻസർ പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല എന്നാണ് ആര് പറയുന്നത് ഇവിടെ, ബാമിരോ പറയുന്നത്. നെക്സ്റ്റ് വൺ, തത്തേര ബാമിരോ കെ ത്യാഗമയി മൃത്യുസെ നിക്കോബറിനെ ക്യാ പരിവർത്തനായ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ തത്തേര ബാമിരോൻ്റെ എന്താ പറയുക ത്യാഗപരമായിട്ടുള്ള മരണത്തിന് കാരണം. ആൻസർ നോക്കാം. തത്തേര ബാമിരോ കി त्यागमयी मृत्यु से निकोबर में यह सुगध परिवर्तन आया कि उनके गांवों की जट परंपरा टूट गई. वहाँ के लोग दूसरे गांवों से भी वैवाहिक संबंध स्थापित करने लगे. उन्होंने अपने जुजीवादी विचारों को त्याग दिया. उन दोनों की त्यागमयी मृत्यु ने लोगों की विचारधारा में अद्भुत परिवर्तन ला दिया. उनकी परंपरा भी പരിവർത്തിത് ഹോ ഗൈ. അതായത് തത്താര ബാമിരോൻ്റെ മരണത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ പറയണത്, തത്താരോ ബാമിരോ എന്താ പറയുക, നമ്മൾ പറഞ്ഞു അവർ അവിടെ ഒരു ഭൂമിയിൽ വിള്ളലുണ്ടായപ്പോൾ ഒരു ഭാഗത്ത് തത്താരം പെട്ടു, ഒരു ഭാഗത്ത് ബാമിരം പെട്ടു. പക്ഷെ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. തത്താരം ആദ്യം അതിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്ക് പതുക്കെ താഴ്ന്നു പോയി ഭക്ഷണം കഴിക്കാണ്ട് അവിടെ തന്നെ ഒത്തിരുന്ന് ആരും ബാമിരും മരിച്ചുപോയി. രണ്ടുപേരുടെയും ഈ ത്യാഗം കൊണ്ട്, ത്യാഗപരമായ മരണം കൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ വിവാഹം കഴിക്കാനുള്ള അധികാരങ്ങളൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു, ഈ രണ്ട് ഗ്രാമത്തിലും വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, निकोबार के लोग ततारा को क्यों पसंद करते थे. निकोबार के लोग ततारों को पसंद करते थे क्योंकि वह सुंदर तथा शक्तिशाली युवक था. वह नेक तथा मददगार व्यक्ति था. सदैव दूसरों की सहायता के लिए तत्पर रहता था. समूचे द्वीपवासियों की सेवा करना अपना कर्तव्य समझता था. जब भी वे उसे मुसीबत में स्मरण करते वह बाग वहाँ पहुँच जाता था. അപ്പോൾ ഈ നിക്കോബറിൽ എന്താ ഇവിടെ പറയുന്നത്, ജനങ്ങൾ തത്താരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ്, കാരണം എന്താണ്, അതായത് നിക്കോബർ ജനങ്ങൾ നമുക്ക് തത്താരനെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ തത്താരൻ നല്ല സുന്ദരനായിരുന്നു, ശക്തിശാലിയായിരുന്നു. പിന്നെ ഒരു നേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്, നല്ലത് നത്ത, അതായത് നല്ല മതകാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സഹായം ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദ്വീപിലല്ല മറ്റൊരു ദ്വീപിലായാലും അതായത് മറ്റൊരു ഗ്രാമത്തിലായാലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറുള്ള ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു ആര്, തത്താര. അതുകൊണ്ടാണ് ജനങ്ങൾ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വൺ കുറച്ചും കൂടി വലിയ ചോദ്യങ്ങളാണ്. അത് നമുക്കൊരു 2-4 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം അതും കൂടി. निकोबार द्वीपवासियों में विभक्त होने के बारे निकोबारियों के क्या विश्वास है. निकोबार द्वीप पर रहने वाले लोगों के विश्वास की कभी लिटिल अंडमान और कार निकोबार नामक द्वीप आपस में मिले हुए थे, अविभक्त थे. अविभक्त निकोबार के में परंपरा थी कि एक गांव का व्यक्ति दूसरे गांव की लड़की के विवाह संबंध नहीं रख सकता. ततारा नाम के एक युवक को अन्य गांव की एक लड़की बामीरों से प्रेम हो गया, परंतु गांव वालों ने मिलकर इसका विरोध किया और ततारा का अपमान किया. तब इस संकीर्ण परंपरा को तोड़ने के लिए उसने अपने तलवार से धरती को 2 टुकड़ों
में चीर दिया तब से ये दोनों ദ്വീപ് अलग हैं. അപ്പോൾ നമ്മൾ പറഞ്ഞു നിക്കോബർ ദ്വീപ് സമൂഹത്തിലുള്ളവർ നിക്കോബാരികളുടെ വിശ്വാസം എന്തായിരുന്നു, അതായത് നിക്കോബർ ദ്വീപിലുള്ള ജനങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വന്ന് രണ്ടും ഒന്നായിരുന്നു ദ്വീപുകൾ, പിന്നെ രണ്ടായി ലിറ്റിൽ ആൻഡമാനും അതുപോലെ തന്നെ കാർണിക്കോബറായിട്ട് രണ്ടായിട്ട് ആ ദ്വീപുകൾ വ്യത്യാസപ്പെട്ടപ്പോഴാണ് അവിടുത്തെ പരമ്പരകളൊക്കെ വ്യത്യാസമായത്. അപ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വ്യത്യാസമായി. പക്ഷെ അവിടെ എന്തായിരുന്നു, അപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അവരുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ മാത്രമാണ് വിവാഹം കഴിക്കാനായിട്ട് പാടുള്ളൂ, അല്ലാത്തവരായിട്ട് വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ തത്താര खूब परिश्रम करने के बाद कहाँ गया वहाँ के प्राकृतिक सौंदर्य का വർണ്ണൻ അപ്പനെ ശബ്ദവുമേ കേജിയെ. ഇവിടെ തത്താരോ നമ്മൾ പറഞ്ഞു ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ചിട്ട് എന്താണ് ഇവിടെ വർണ്ണിക്കുന്നതെന്ന്. ആൻസർ നോക്കാം നമുക്ക്. ദിൻഭർ അതക്ക് പരിശ്രम करने के बाद ततारा समुद्र किनारे टहलाने निकल गया. उस समय सूरज समुद्र से लगे क्षितिज नाले डूबने को थे. समुद्र में से डंडी ब्यारियां आ रही थी. पक्षियों की सायंकालीन चहचहाटना सैन्य सैन्य होने की थी. ततारा का मन शांत था. विचार ततारा समुद्री वाली पर बैठकर समुद्र पर सूरज की अंतिम रंग बिरंगी किरणों को निहारने लगा. അപ്പോൾ അവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. തത്താര അവൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ വന്ന് എവിടെ കുത്തിയിരിക്കും, ആ സമുദ്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് എന്താണ് വർണ്ണിക്കുന്നതെന്ന് ആൻസർ നമുക്ക് നോക്കാം. എന്താ പറയുന്നത്, സമുദ്രത്തിൽ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പല അതായത് സൂര്യരശ്മികളുടെ കളറുകളൊക്കെ അതിങ്ങനെ സമുദ്രത്തിലേക്ക് പതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ആ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല സമുദ്രത്തിൽ അപ്പോൾ നല്ല തണുവൊക്കെ വിട്ടിട്ട് കുറച്ച് ലൈറ്റ് ചൂടുമായിട്ടുള്ള വെള്ളമായിരിക്കും വരിക. ഫുള്ള് തണുവ് ഉണ്ടാവില്ല, കാരണം വെള്ളത്തിന് കാരണം അത്ര നേരം വെയിലുദിച്ചിട്ടാണല്ലോ. സായങ്കാലം ആകുമ്പോൾ തണുവ് കുറവായി, ഓട്ടോമാറ്റിക് തണുവ് നന്നായിട്ടുണ്ടാവില്ല, കുറഞ്ഞിരിക്കും. പിന്നെ പക്ഷികൾ ആ സമയത്ത് എല്ലാം കൂടണയാൻ വേണ്ടിയിട്ട് ആ കലപില എന്ന ശബ്ദത്തോടു കൂടി പോകുന്നതും കാണാം. അപ്പോൾ അങ്ങനെയാണ് സൗന്ദര്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. അടുത്തത് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. बामिरों से मिलने के बाद ततारा के जीवन में क्या परिवर्तन आया. आंसर നോക്കാം. बामिरों से मिलने के बाद ततारा के साथ जीवन में विक्षेप पैदा हो गया. उसके मन में बामिरों के पागलपना सवार हो गया. ये उड़ते बैठते उसे अपने समीप चाहने लगा. बामिरों के बिना उसके लिए रात और दिन काटना कठिन हो गया. उसे एक एक पल पहाड़ से भी अधिक भारी प्रतीत होने लगा. वह शाम होने से पहले ही अलाहाबादी गांव की चौन पंचा बैठा था. जहाँ वह बामिरों के आने की प्रतीक्षा किया करता था उसके होठ मानों से गए थे. वह केवल निशब्द होकर बामिरों के निहारता रहता था. അപ്പോൾ ഇവിടെ എന്താ പറയണേ, ബാമിരോ എന്താ ചെയ്യുന്നത്, തത്താനെ പോയപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്, എന്താ ചെയ്തത്, ബാമിരോ എന്ത് ചെയ്തു, അവിടെ ശാന്തമായി അവിടെ പോയിരിക്കും, ആ സമുദ്രതീരത്ത് പോയിരിക്കും. പിന്നെ അവൻ്റെ സാമീപ്യം അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. രാവും പകലും ഫുള്ള് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം നീങ്ങി പോകുന്നതെന്ന് അറിയണ്ടായില്ല. അങ്ങനെ ശാന്തമായ ഒരു ദിവസം കടന്നു പോകുമ്പോഴും അവനെ പ്രതീക്ഷിച്ച് അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. നെക്സ്റ്റ് വന്ന് നോക്കാം നമുക്ക്. प्राचीन काल में मनोरंजन और शक्ति प्रदर्शन के लिए किस प्रकार के आयोजन किए जाते थे. आंसर നോക്കാം. प्राचीन काल में मनोरंजन और शक्ति प्रदर्शन के लिए पशु उत्सव के आयोजन किए जाते थे, जिसमें स्वस्थ एवं शक्तिशाली पशुओं का प्रदर्शन किया जाता था. युवकों के शक्ति प्रदर्शन का भी एक आयोजन होता था, जिसमें उनकी शक्ति को परखने के लिए उन्हें पशुओं से लड़ने होता था. वर्ष में एक बार होने वाले ऐसे आयोजन में सभी गांवों के लोग एकत्र हुआ करते थे, जिसमें नृत्य और भोजन का भी प्रबंध किया जाता था. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്,
അതായത് ആദ്യ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന തൊട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ശക്തി പ്രദർശനം എന്ന് പറഞ്ഞ കാര്യമാണ്. അതെന്താണ് ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ശക്തി പ്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പശു ഉത്സവം എന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ ഓരോ പശുക്കളായിട്ട് വിടും. അങ്ങനെ അവർ ആ പശുവിനെ പിടിച്ച് നിർത്തണം. ആ പശുവിനെ പിടിച്ച് നിർത്തിയ ആൾക്കാണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതും അതുമാതിരി തന്നെ ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ. അങ്ങനെയുള്ളൊരു ഉത്സവമാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല, എല്ലാ ഗ്രാമത്തിലുള്ളവർക്കും അതിനുള്ള അർഹത ഉണ്ടാകും. അപ്പോൾ എല്ലാ ഗ്രാമത്തിലുള്ളവരും ഈ ഗ്രാമത്തിൽ വന്ന് കൂടി ഈ ഉത്സവത്തിൽ അവർ പങ്കെടുക്കും. പിന്നെ ആ ഉത്സവം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൃത്തവും അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്തും. അങ്ങനെയാണ് അന്ന് അവിടെ ആ ദിവസം അവർ ആചരിച്ചിരുന്നത്. नेक्स्ट वन നോക്കാം നമുക്ക്. रूढ़ियाँ जब बोझ बनने लगो तब उनका ड्यूटी जाना ही अच्छा है, क्यों? स्पष्ट कीजिए. आंसर നോക്കാം. रूढ़ियाँ जब बोझ बनने लगे तब उनकी ड्यूटी जाना ही अच्छी है, क्योंकि रूढ़ियों को बंधन ही होती है. रूढ़ी का अर्थ है बंधन, जिससे लोगों का हित कम और अहित अधिक होता है. जो रूढ़िवादी परंपरा लोगों की संपूर्ण विकास, आनंद और इच्छा पूर्ति होने में बाधा बने, ऐसे रूढ़िवादी परंपरा का टूट जाना ही अच्छा है. कोई भी रूढ़ि या परंपरा मानव के विकास और उसकी उन्नति के लिए बननी चाहिए, न कि इस कष्ट देने के लिए. कोई रूढ़ि या परंपरा मानव के अधिक മൂല്യവാനൊക്കെ ഒത്തിരി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ രുചി എന്നൊക്കെ പറഞ്ഞാൽ റിയലി അത് ഒരു എന്താ പറയുക, ഒരു ബന്ധനം എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ ഒരു കാര്യം. ഇതിനെക്കുറിച്ച് ഇവിടെ എന്താ പറയുന്നതെന്നാണ്. അതായത് ഇപ്പോൾ കുറേയെല്ലാം ഈ ബന്ധനമുള്ള കാരണം കൊണ്ട് എന്താ പറയുക, എല്ലാവരുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ ഒരേപോലെ ആക്കാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൽ തന്നെ ഇഷ്ടം പ്രകാരം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ആനന്ദവും അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് പൊട്ടിപ്പോണം. അതായത് അതിൻ്റെ ആ പരമ്പരകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത് നല്ലതാണ്. എന്നാലാണ് കൂടുതലായിട്ടോ എല്ലാ ഗ്രാമങ്ങളായിട്ടുള്ള വികാസങ്ങളും ഉന്നതികളും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഈ ആൻസറിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് കാണാം. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ഓക്കെ, ബൈ.